ഇനിയിപ്പോൾ ഇന്ന് 30/12 നാളത്തെ ഒരു ദിവസം കൂടെ ഈ വർഷമുള്ളൂ കേട്ടോ. ഓക്കെ. ദി ചെയർമാൻ ഓഫ് തെഹൽക്ക എൻക്വയറി കമ്മീഷൻ. തെഹൽക്ക ആരാ മക്കളെ? ജസ്റ്റിസ് എസ്.എൻ. ഫുക്കൻ. ഫുക്കാൻ. ജസ്റ്റിസ് എസ്.എൻ. ഫുക്കാൻ. യെസ്. അടുത്തത്. ദ ടേം ഓഫ് ഓൾ ലോ കമ്മീഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഈസ് ഡാഷ് ഇയേഴ്സ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ വന്ന ലോ കമ്മീഷൻ്റെ കാലാവധി എത്ര വർഷം ആയിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര വർഷമായിരുന്നു? 3 years. അത് മറന്നു പോകരുതേ. അടുത്ത്. റെസ്റ്റിറ്റ്യൂഷൻ മീൻസ്. എന്താണ് മക്കളെ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? നോക്കളെ. ആക്ട് ഓഫ് restoring anything to the rightful owner. ആക്ട് ഓഫ് റീസ്റ്റോറിങ്. പണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നൊരു അവകാശം നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കുന്നതിനെയാണ് റിസ്റ്റോറിങ് എന്ന് പറയുന്നത് കേട്ടോ. ആക്ട് ഓഫ് റീസ്റ്റോറിങ് എനിത്തിങ് ടു ദ റൈറ്റ്ഫുൾ ഓണർ. ശരിയായ ഉടമസ്ഥന് നഷ്ടപ്പെട്ട അവകാശം തിരികെ പിടിച്ചു കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ വാക്ക് സാധാരണയായി ഉപയോഗിക്കുന്നത് ഫാമിലി കോടതിയിലാണ് കേട്ടോ. ഏത് കോടതിയിലാണ്? ഫാമിലി കോടതിയിലാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. ഭാര്യ പിണങ്ങി വീട്ടിൽ പോയാൽ ഭർത്താവ് കൊടുക്കുന്ന കേസ്. ഭർത്താവ് നാട് വിട്ടു പോയാൽ ഭാര്യ കൊടുക്കുന്ന കേസ്. റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. ഓക്കെ. അടുത്തത്. ദ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എവിഡൻസ് necessary to allow it to continue in a judicial process. ക്വസ്റ്റ്യൻ്റെ അർത്ഥം മനസ്സിലായോ? സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് എവിഡൻസ്. ആവശ്യത്തിനുള്ള തെളിവ്. എന്തിനു വേണ്ടി? നെസസറി ടു അലോ ടു കണ്ടിന്യൂ ഇൻ എ ജുഡീഷ്യൽ പ്രോസസ്. ഒരു ജുഡീഷ്യൽ നടപടിക്ക്, കോടതി നടപടിക്ക് ആവശ്യമായ ആവശ്യമായ തെളിവിനെ എന്തു പറയും? പ്രീമാ ഫേസി എവിഡൻസ്. എന്തുവാ പ്രീമാ ഫേസി എന്ന് പറഞ്ഞാൽ? At the first sight. Prima facie means at the first sight. ഒറ്റ നോട്ടത്തിൽ തെളിവുണ്ട്. അതാണ് സിസ്റ്റർ അഭയുടെ കേസ്. ഒറ്റ നോട്ടത്തിൽ തെളിവുണ്ട്. കാര്യം എന്താ? വായു മൂടിക്കെട്ടിയിട്ട് ആരും കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യത്തില്ല. മനസ്സിലായോ? ഞങ്ങളുടെ നാട്ടിലൊരാൾ കിണറ്റിൽ ആത്മഹത്യ കിടക്കുന്നു. ചാക്കിനകത്താണ് അയാൾ കിടക്കുന്നത്. ചാക്കിൻ്റെ വായു മൂടി കെട്ടിയിട്ടുണ്ട്. ചാക്കിനകത്ത് കയറി പുറത്ത് നിന്ന് കെട്ടിയിട്ട് ആരെങ്കിലും കിണറ്റിൽ ചാടുമോ? ഇല്ല. അതാണ് പ്രീമാ ഫേസി എന്ന് പറഞ്ഞത്. ഒറ്റ നോട്ടത്തിൽ ഇത് ആത്മഹത്യ അല്ലെന്ന് പറയും. പ്രീമാ ഫേസി അറ്റ് ദ ഫസ്റ്റ് സൈറ്റ്. അത് 166 അല്ലേ? പ്രൊനൗൺസിങ് എ ജഡ്ജ്മെന്റ് ഈസ് ടേംഡ് ആസ് ഡാഷ്. ഒരു ജഡ്ജ്മെന്റ്, വിധി പറയുന്നതിനെ എന്തു പറയും? അഡ്ജുഡിക്കേഷൻ. 166. അഡ്ജുഡിക്കേഷന് നമ്മൾ എപ്പോൾ പറഞ്ഞാലും നമ്മൾ അഡ്ജുഡിക്കേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ജുഡീഷ്യൽ ഡിസിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ.
പെറിൻഗൂറിയം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പെറിൻക്യൂറിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി മുമ്പേ പഠിച്ചതാ പെറിൻഗൂറിയം. where a court omits to consider a binding precedent of the same court or the superior court rendered on the same issue, or where a court omits to consider any statute when deciding that issue. വായിച്ചതാണോ പറഞ്ഞതാണോ? രണ്ടും. ശരി. അപ്പോൾ പെറിൻഗൂറിയം അറിയാം. അടുത്തെന്തോ കോഗ്നിസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റകരമായത്, കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. പരാതി ഇല്ലാതെയും യെസ്, പരാതി ഇല്ലാതെയും കേസ് എടുക്കാൻ പറ്റുന്നത് ആർക്ക്? പോലീസിന്. ഇപ്പോഴേ അടുത്തത് എന്തുവാ? ജുഡീഷ്യൽ റിട്ട്. അതെ, റിട്ട് പെറ്റീഷൻ കൊടുക്കുന്നത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കൊടുക്കുന്ന കേസ്. If it violates any fundamental right or legal right, judicial writ. ഓക്കെ, ശരി, കൊള്ളാം. അടുത്തത് എന്താ? To give a gift to someone through a will, it termed as dash. To give a gift someone through a will. ഒരു വില്ല് വഴി ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ എന്തു പറയും? എന്താണ്? ബിക്വീത്ത്. കണ്ടല്ലോ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വില്ലില്ലാതെ കൊടുക്കുന്നതാണ് ഗിഫ്റ്റ്, കേട്ടോ. ഓക്കെ. വില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കുന്നതിന് മുമ്പേ എൻ്റെ പ്രോപ്പർട്ടികൾ ഞാൻ മരിക്കുമ്പോൾ ആരിലൊക്കെ ചേരണം എന്ന് ഞാൻ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്ന ഡോക്യുമെൻ്റാണ് വില്ല്. ഓക്കെ. സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വില്ലൊന്നുമില്ല, മരിച്ചു, ഒരാൾ മരിച്ചു, ആ മരിച്ചയാളുടെ സ്വത്ത് ജീവിച്ചിരിക്കുന്ന അവകാശികൾക്ക് വീതിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് സക്സഷൻ, പിന്തുടർച്ചാവകാശം. അഖില മോളെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്. കൗൺസൽ മീൻസ്, ആരാണ് കൗൺസൽ? Counsel means a lawyer in a case. It is called counsel. Counsel എന്ന് പറഞ്ഞാൽ എന്താ? കൗൺസിൽ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് പകരം മുനിസിപ്പാലിറ്റിയിൽ കൂടുന്നതിനെ കൗൺസിൽ എന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ അവിടെ കൗൺസിലർ എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെല്ലിംഗ് വ്യത്യാസമാണ്. മുനിസിപ്പാലിറ്റി കൗൺസിലർ, കോർപ്പറേഷൻ കൗൺസിലർ, അത് കളി വേറെയാണ്. ഇത് കൗൺസൽ, സ്പെല്ലിങ് കൃത്യമായി നോക്കണം, എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്. എ ലോയർ ഇൻ എ കോർട്ട്. ജഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ജുഡീഷ്യൽ കോടതിയിൽ, എവിഡൻസ് കോടതിയിൽ ഇരിക്കുന്ന പ്രിസൈഡിങ് ഓഫീസറാണ് ജഡ്ജ്. കോർട്ട് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാ? കോടതിയിലെ ജഡ്ജി അല്ലാത്ത തൊട്ട് താഴെയുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് കോർട്ട് ഓഫീസർ. വക്കീലിനെ എന്തോ പറയും? ഓഫീസർ ഓഫ് ദ കോർട്ട്. ഓഫീസർ ഓഫ് ദ കോർട്ട്, മനസ്സിലായോ? കോർട്ട് ഓഫീസർ എന്നല്ല പറയുന്നത്, ഓഫീസർ ഓഫ് ദ കോർട്ട്. ആർബിട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് പ്രകാരം 1961 ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് പ്രകാരം ഒരു തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി അപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെട്ട ആളെയാണ് എന്ത് പറയുന്നത്? ആർബിട്രേറ്റർ എന്ന് പറയുന്നത്. എന്താണ്? ഒരാളായിരിക്കും, ചിലപ്പോൾ ഒന്നിലധികം ആളുണ്ടാവും. ആർബിട്രേറ്റർ ചിലപ്പം ജില്ലാ ജഡ്ജിമാരെയൊക്കെ വെക്കുമ്പോൾ കൂടെ ഒരു വക്കീലിനെയും കൂടെ വെക്കും.
കേട്ടോ, ആർബിട്രേറ്റർ ആയിട്ടേ. ഓക്കെ, റെഡി? എനി ഡൗട്ട്? ഇല്ല സാർ. വായിച്ചോ കേക്കട്ടെ. 162. The chairman of Tehelka Inquiry Commission, Justice S.N. Fukan. 163. The term of all law commission of independent India is 3 years. 164. Restitution means act of restoring anything to the rightful owner. 165. Sufficient amount of evidence necessary to allow it to continue in the judicial process. Prima facie evidence. 166. Pronouncing a judgment is termed as adjudication. 167. To give a gift to someone through a will is termed as bequeath. 168. Counsel means a lawyer in a case. യെസ്. മഞ്ജുഷ മോള് വായിച്ചേ. 162. The chairman of Tehelka Inquiry Commission, Justice S.N. Fukan. 163. The term of all law commissions of independent India is 3 years. 164. Restitution means act of restoring anything to the rightful owner. 165. Sufficient amount of evidence necessary to allow it to continue in the judicial process. Prima facie evidence. 166. Pronouncing a judgment is termed as adjudication. 167. To give a gift to someone through a will is termed as bequeath. 168. Counsel means a lawyer in a case. യെസ്. എന്തെങ്കിലും മനസ്സിലായോ? അപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യനാ? 164. 164. An act of restoring എനിത്തിങ് ടു ദ റൈറ്റ്ഫുൾ ഓണർ. ശരിയായ ഉടമസ്ഥന് അത് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? റൈറ്റ്. യെസ്. അപ്പോൾ അടുത്ത് നോക്കാം അല്ലേ? The judges whose kith and kin are practicing in the same court are known as dash. ഒരു ജഡ്ജിയുടെ രക്തബന്ധുക്കൾ അതേ കോടതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിച്ചാൽ അതിനെ എന്തു വിളിക്കും? എന്ത് വിളിക്കും? അങ്കിൾ ജഡ്ജ്. എന്ത് വിളിക്കും? അങ്കിൾ ജഡ്ജ്. അങ്കിൾ ജഡ്ജ് എന്ന് വിളിക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ഇന്ത്യയിൽ നിയമമില്ല കേട്ടോ. രക്തബന്ധുക്കൾ വക്കീലായി വന്നാൽ ജഡ്ജി കേസ് ഒഴിയണം എന്നാണ് നിയമം കേട്ടോ. അവോയ്ഡ്. ഓക്കെ. ബ്രദർ ജഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോടതിയിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കോടതി സമുച്ചയത്തിൽ ഒത്തിരി ജഡ്ജികൾ ഉണ്ടാവും അല്ലേ? അവരെ പരസ്പരം വിളിക്കുന്ന പേരാണ് ബ്രദർ ജഡ്ജ്. യൂട്രൈൻ ജഡ്ജ് എന്ന് പറഞ്ഞ കണ്ടോ? ഇപ്പൊ ഒരേ കോടതിയിൽ തന്നെ 2 ജഡ്ജിമാർ കാണും. ഇത് എവിടാ? ഡിവിഷൻ ബെഞ്ചിലൊക്കെ. അങ്ങനെ ഒരേ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരെ വിളിക്കുന്ന പേരാണ് യൂട്രൈൻ ജഡ്ജ്. ഓക്കെ. നമ്മള് പിന്നെ പയസ് ജഡ്ജി വിളിച്ചില്ലേ? അതെന്താ? ചീഫ് ജസ്റ്റിസ് അല്ലാത്ത അതേ കോടതിയിലെ ജഡ്ജി അല്ലേ? യെസ്. അടുത്തത് adjournment of proceedings of a court to future date not fixed is termed as dash. എന്താ മക്കളെ അഡ്ജേൺമെന്റ് എന്ന് പറഞ്ഞാൽ? മിണ്ടുന്നില്ലേ?
ഇന്നിരിക്കുന്ന കേസ് മാറ്റിവെച്ചു എന്നാണെന്നറിയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ എന്ത് പറയും എന്നാണ് ചോദ്യം. അഡ്ജേൺമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേസ് വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കുന്നതിനെയാണ് അഡ്ജേൺമെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മിണ്ടുന്നില്ല. യെസ്. Adjournment proceedings of a court to a future date not fixed is termed as dash. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇന്നത്തെ കേസ് വേറൊരു ദിവസത്തേക്ക് മാറിപ്പോയി. പോസ്റ്റ് ആഫ്റ്റർ എ വീക്ക് എന്ന് പറഞ്ഞു, ഡേറ്റ് ഇല്ല. പോസ്റ്റർ ആഫ്റ്റർ എ മന്ത് എന്ന് പറഞ്ഞു, ഡേറ്റ് ഇല്ല. പോസ്റ്റർ ആഫ്റ്റർ 2 വീക്ക് എന്ന് പറഞ്ഞു, ഡേറ്റ് ഇല്ല. അങ്ങനെ ഒരു കേസ് മാറിപ്പോയാൽ എന്ത് പറയും? എന്ത് പറയും? Adjourned sin die. സിൻ ഡൈ. എന്ത് ഡൈ? Sin die. സിൻ ഡൈ. അഡ്ജേൺ സിൻ ഡൈ. മാറിപ്പോയി, ഡേറ്റ് അറിയില്ല. അതിപ്പോൾ വക്കീൽ ചവിട്ടി ഒരു പിടി പിടിക്കും. മേ ബി പോസ്റ്റഡ് എ ഡേറ്റ്. കേസ് പെട്ടെന്ന് തീർക്കണമെന്ന് പറയുന്ന വക്കീലാണെങ്കിൽ ഒരു ഡേറ്റ് പറയാൻ പറയും ജഡ്ജിയോട്. അപ്പോൾ ജഡ്ജി ഒരു ഡേറ്റ് പറയും. അപ്പോഴേക്കും വീണ്ടും പറയും മേ ബി എ നിയർ ഡേറ്റ് മൈലോടെന്ന് പറയും. അടുത്തോട്ടൊന്ന് വെച്ച് തരാൻ പറയും. ഇന്ന ഡേറ്റ് വെക്കാൻ പറയത്തില്ല, മേ ബി എ നിയർ ഡേറ്റ് എന്ന് പറയും. അപ്പോൾ ജഡ്ജി ഒരു ഡേറ്റ് പറയും. അപ്പം പറയും എനിക്ക് ആ ദിവസം തിരുവനന്തപുരം കോടതി ഒരു കേസുണ്ട്, കുറച്ചും കൂടെ അടുപ്പിച്ച് വെച്ച് തരാൻ പറയും. മനസ്സിലായോ? അറിയങ്ങ് പോവുകയാണെങ്കിൽ നിങ്ങൾ അതേ പിടിച്ച് നിൽക്കരുത്. നമ്മുടെ സൗകര്യത്തിന് പിടിച്ചോണ്ട് വരണം. ഓക്കെ. അടുത്തത് അഡ്ജേൺ കോഡിസിൽ മീൻസ്. എന്താ കോഡിസിൽ? An amendment to a previously executed bill. Previously executed will. കോഡിസിൽ മീൻസ് മുന്നേ നടപ്പാക്കിയ ഒരു വില്ലിൽ. വില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതി വെക്കുന്നത്. ഞാൻ മരിച്ച കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടി ആർക്കൊക്കെ കിട്ടണമെന്ന് മുൻകൂട്ടി എഴുതി വെക്കുന്ന സാധനമാണ് വില്ല്. ആൻ അമെൻമെൻറ്റ് ടു എ പ്രീവിയസ്ലി എക്സിക്യൂട്ടഡ് വിൽ. പണ്ടെന്തോ എഴുതി വെച്ച ഒരു വില്ലിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓണർക്ക് അല്ലെങ്കിൽ ഉടമസ്ഥന് മനസ്സ് മാറി ആ വില്ലിൽ ഒരു ചേഞ്ച് വരുത്തണം. അതിനെയാണ് എന്ത് പറയുന്നത്? കൊഡിസിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. രജിസ്ട്രേഷൻ ഓഫ് വില്ല് എന്ന് പറഞ്ഞൊരു സാധനം കിടപ്പുണ്ട് അവിടെ. എ കോഡ് ഓഫ് കോണ്ടക്ട് ഓഫ് ഓൾ ലോയേഴ്സ് പ്രാക്ടീസിങ് ഇന്ത്യൻ കോർട്ട്. അതിനെന്തോ പറയും? പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് ബാർ ബെഞ്ച് റിലേഷൻ എന്നാണ് പറയുന്നത്. ഏതിനെയാ? DA കണ്ടോ? എ കോഡ് ഓഫ് കോണ്ടക്ട് ഓഫ് ഓൾ ലോയേഴ്സ് പ്രാക്ടീസിങ് ഇൻ ഇന്ത്യൻ കോർട്ടിനെ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയും. എന്തുവാ? പ്രൊഫഷണൽ എത്തിക്സ്. വക്കീലന്മാർ ഏത് നിയമം LLB കഴിഞ്ഞിട്ട് ആദ്യം പഠിക്കേണ്ട നിയമമാണ് പ്രൊഫഷണൽ എത്തിക്സ്. നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? നമ്മൾ പറയുന്ന പോലെ വക്കീൽ പണി ഈ ബാക്കി എല്ലാ ജോലി പോലെയല്ല. ഡോക്ടറുടെ പ്രൊഫഷനും വക്കീലിൻ്റെ പ്രൊഫഷനും ഒത്തിരി നമുക്ക് നിയന്ത്രണങ്ങളുള്ള പണിയാണ് കേട്ടോ. ബൈലോസ് മീൻസ് ഡാഷ്. എന്താണ് ബൈലോസ്? Rules adopted by an association or company to govern its action. എന്താണ്? റൂൾസ് അഡോപ്റ്റഡ് ബൈ ആൻ അസോസിയേഷൻ ഓർ ആൻ കമ്പനി ടു ഗീവ് ഇറ്റ്സ് ഓൺ ആക്ഷൻ. ഒരു കമ്പനി അതിന് സ്വയം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന റൂൾസിനെയാണ് എന്ത് പറയുന്നത്? ബൈലോസ്. അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ സ്വയം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന എന്തിനെയാണ്? നിയന്ത്രണങ്ങളെയാണ് ബൈലോസ് എന്ന് പറയുന്നത്. ബൈലോസ്. ആക്ട് വേറെ, ബൈലോ വേറെ. ആക്ട് ആരാ ഉണ്ടാക്കുന്നേ? ഞങ്ങളെ പാർലമെന്റ് അല്ലേ ലെജിസ്ലേച്ചർ. ബൈലോസ് ഉണ്ടാക്കുന്നത് അസോസിയേഷൻ അല്ലേ? അല്ലെങ്കിൽ കമ്പനി.
കമ്പനിയോ അസോസിയേഷനോ ഉണ്ടാക്കുന്ന, അവർ സ്വയം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളെയാണ് എന്ത് പറയുന്നത്? ബൈ ലോസ് എന്ന് പറയുന്നത്. ബൈ ലോസ്. അത് ബൈ എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞത് 2 ആ ബൈലോയ്ക്ക് മുകളിൽ ഒരു നിയമമുണ്ട്. മനസ്സിലായോ? കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അതിനകത്ത് നിന്ന് മാത്രമേ ബൈലോ ഉണ്ടാക്കാൻ പറ്റൂ. അതിനാണ് ബൈ ലോസ്, 2ാം നിയമം എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട, അസോസിയേഷൻ ഒരു നിയമം ഉണ്ടാക്കിയാൽ കൊച്ചിൻ ലിറ്റററി എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ടിന് അകത്ത് നിന്നുകൊണ്ട് മാത്രമേ എന്തുണ്ടാക്കാൻ പറ്റൂ? അസോസിയേഷൻ ബൈലോ ഉണ്ടാക്കാൻ പറ്റൂ. ഓക്കെ. കണ്ടംപ്റ്റ് ഓഫ് കോർട്സ് മീൻസ്, കോർട്ടലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? Willful disobedience of a judge's command or of an official court order. ഇത് നമ്മൾ മുമ്പേ പഠിച്ചതല്ലേ? വാട്ട് ഈസ് എ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന്, അല്ലേ? വിൽഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? മനഃപൂർവം, അറിഞ്ഞുകൊണ്ട്, മനഃപൂർവം. ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്. ഓഫ് എ ജഡ്ജസ് കമാൻഡ്, ഒരു ജഡ്ജിയുടെ ഉത്തരവ് അല്ലെങ്കിൽ കമാൻഡിനെ മനഃപൂർവം ഡിസൊബീഡിയൻസ് നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത്. ഓർ ഓഫ് ആൻ ഒഫീഷ്യൽ കോർട്ട് ഓർഡർ, ഔദ്യോഗികമായ കോടതി ഉത്തരവിനെ വിൽഫുള്ളായി എന്ത് ചെയ്താൽ, ഡിസൊബീഡിയൻസ് ചെയ്താൽ അതിനെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയും. കോർട്ട് അലക്ഷ്യം. ഓക്കെ. അടുത്തത് ഒന്നുകൂടി പറയോ? എ വിൽഫുൾ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട്, മനഃപൂർവം. ഓക്കെ. ഡിസ്ഒബീഡിയൻസ്, അനുസരണക്കേട്. ഓഫ് എ ജഡ്ജസ് കമാൻഡ്, ഒരു ജഡ്ജിയുടെ കമാൻഡ്, ഓർഡർ, ഉത്തരവ്. ഓർ അല്ലെങ്കിൽ ആൻ ഒഫീഷ്യൽ കോർട്ട് ഓർഡർ, ഔദ്യോഗികമായ കോടതിയുടെ ഉത്തരവിനെ മനഃപൂർവമായി അനുസരണക്കേട് കാണിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയും. യെസ് യുവർ ഓണർ സിനിമ കണ്ടോ? യെസ് യുവർ ഓണർ ഇല്ല. ഇനി യെസ് യുവർ ഓണർ സിനിമ കാണാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആ നടൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സീനിയർ അഡ്വക്കേറ്റ് ഈ ശ്രീനിവാസനെ വഴക്ക് പറയും കോടതിക്ക് അകത്ത് വെച്ച്, കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഐ ആം സ്റ്റാൻഡിങ് ആസ് എ ലോയർ ഇൻ ദ കോർട്ട്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഞാൻ കോടതിയിൽ ഒരു അഡ്വക്കറ്റായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കേസ് പറയുന്ന സമയത്ത് സീനിയർ അഡ്വക്കറ്റ് എന്നെ പരസ്യമായി വഴക്ക് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, അത് കോർട്ടലക്ഷ്യമാണ് എന്ന് പറയുന്നു. മനസ്സിലായോ? ഓക്കെ. അടുത്തത് ഫോർഫീച്ചർ മീൻസ്. എന്താണ് ഫോർഫീച്ചർ? മക്കളെ, കൺസീലിയേഷൻ. ഫോർഫീച്ചർ ഓഫ് എ എന്താണ്? ക്യാൻസലേഷൻ അല്ലേ? ക്യാൻസലേഷൻ, ഫോർഫീച്ചർ ഓഫ് എ പ്രോപ്പർട്ടി. സർക്കാർ വന്ന് നമ്മുടെ അനധികൃതമായ സ്വത്ത് ഫോർഫീറ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറയും. പിടിച്ചെടുത്തുകൊണ്ട് പോയി, ക്യാൻസൽ ചെയ്തുകൊണ്ട്. മനസ്സിലായോ? കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മരണശിക്ഷ, ഡെത്ത് സെൻറ്റൻസ് ജീവപര്യന്തമാക്കിയാൽ അവനെ നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയും. കമ്മ്യൂട്ടേഷൻ ഓഫ് ഡെത്ത് സെൻറ്റൻസ്, ഡെത്ത് സെൻറ്റൻസ് കുറച്ച് തരും, കമ്മ്യൂട്ടേഷൻ. മനസ്സിലായോ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? അടുത്തതുവാ കണ്ടിന്യൂവേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. എന്തുവാ കണ്ടിന്യൂവേഷൻ? തുടർച്ച. ഓക്കെ. അപ്പം എനി ഡൗട്ട് ഫ്രം 169 to 174? ഇല്ല സാർ.
യെസ്. ആ മോള് വായിച്ചോ, കേൾക്കട്ടെ. 169. The judges whose kith and kin are practicing in the same high court are known as uncle judge. 170. Adjournment of proceeding of a court to future date not fixed is termed as adjourned till date. 171. Codicil means an amendment to a previously executed will. 172. Bylaws means rules adopted by an association or company to govern its actions. 173. Contempt of court means willful disobedience of a judge's command or of an official court order. 174. Forfeiture means cancellation. ആ ജിഷ മോള് വായിച്ചേ. 169. The judges whose kin are practicing in the same high court are known as uncle judge. 170. Adjournment of proceeding of a court to a future date not fixed is termed as adjourn sine. 171. Codicil means an amendment to a previously executed will. 172. Bylaws means rules adopted by an association or company to govern its action. 173. Contempt of court means willful disobedience of a judge's command or of an official court order. 174. Forfeiture means cancellation. ഡൗട്ട്? ഇല്ല സാർ. യെസ്. അഖില മോളെ, എനി ഡൗട്ട്? ഇല്ല സർ. ഓക്കെ. Affidavit is a sworn statement before a person having authority to administer oath. എന്താണ് അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ? സത്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ അധികാരമുള്ള ഒരാൾ, അയാള് സത്യപ്രതിജ്ഞ ചെയ്ത് അവതരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ, പ്രസ്താവനയാണ് എന്ത് പറയുന്നത്? അഫിഡവിറ്റ് എന്ന് പറയുന്നത്. എന്തോന്നാ? അഫിഡവിറ്റ്. സോൺ സ്റ്റേറ്റ്മെന്റ്, അയാളുടെ സ്വന്തം സ്റ്റേറ്റ്മെന്റ്. ആരുടെ? ബിഫോർ എ പേഴ്സൺ, മറ്റൊരാളുടെ മുന്നിൽ. ഹാവിങ് അതോറിറ്റി ഇൻ അഡ്മിനിസ്റ്റർ ഓത്ത്, സത്യപ്രസ്താവന കൊടുക്കാൻ അധികാരമുള്ളവരുടെ മുന്നിൽ ഒരാൾ അവതരിപ്പിക്കുന്ന സ്വന്തം സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? അഫിഡവിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സത്യപ്രസ്താവന എന്നാണ് മലയാളം. എന്താണ്? എന്താ സാർ? സത്യവാങ്മൂലം. അഫിഡവിറ്റ് സത്യവാങ്മൂലം. അഫിഡവിറ്റ് കോടതിയുടെ എല്ലാ കാര്യങ്ങളും വരുമ്പോഴേക്കും പ്രത്യേകിച്ചും കോടതി പറയുന്നതാണ് ഒരു അഫിഡവിറ്റ് എഴുതി കൊണ്ടുവന്നു. അഫിഡവിറ്റ് തെറ്റാണെങ്കിൽ ആ അഫിഡവിറ്റ് തെറ്റാണ് എന്ന ഒറ്റ കാരണത്താൽ നമുക്കെതിരെ നടപടിയെടുക്കാൻ വകുപ്പുണ്ട്. മനസ്സിലായോ? അടുത്തത് ബാർ മീൻസ്. എന്താണ് ബാർ? Collective term used to denote all attorneys and lawyers. Yes. A collective term used to denote all attorneys and lawyers. എല്ലാ വക്കീലന്മാരെയും ഒരുമിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒറ്റ വാക്കാണ് ബാർ. ബാർ അറ്റ് ലോ, അല്ലേ? ഇപ്പോൾ ബാറിൽ പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടർത്ഥമാണ്. വക്കീലിനോട് ചോദിച്ചാൽ കോടതി പോകാറുണ്ടോ എന്നർത്ഥമായി. സാധാരണക്കാരനോട് ചോദിച്ചാൽ ബീവറേജിൽ പോകാറുണ്ടോ എന്നർത്ഥമാണ്. മനസ്സിലായോ? Yes. 175. A person who is a party to legal proceeding whose true name is known is referred, unknown is referred.
എന്താണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? എ പേഴ്സൺ ഹൂ ഈസ് എ പാർട്ടി ടു ലീഗൽ പ്രൊസീഡിങ്സ്. ഒരു വ്യക്തി ലീഗൽ പ്രൊസീഡിങ്സിന്റെ ഭാഗമാണ്. പാർട്ടി ടു ലീഗൽ പ്രൊസീഡിങ്സ്. ഹൂസ് ട്രൂ നെയിം ഈസ് അൺനോൺ. അയാളുടെ യഥാർത്ഥ പേര് അറിയില്ല എങ്കിൽ അയാളെ എന്ത് വിളിക്കും എന്നാണ് ചോദ്യം. എന്ത് വിളിക്കും? ജോൺ ഡോ എന്ന് വിളിക്കും. മനസ്സിലായോ? ഇന്റർപ്ലീഡർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? രണ്ട് സൈഡിലെ പ്ലീഡേഴ്സ്. അറിയില്ല സാർ. യെസ്, അതിനൊരു എക്സാമ്പിൾ നോക്കിക്കോ. ഇപ്പോൾ നമ്മുടെ അഖിലമോളും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് എനിക്കെതിരെ ഒരു സിവിൽ കേസ് തരികയാണ്. മനസ്സിലായോ? അഖിലമോളും അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് എനിക്കെതിരെ ഒരു കേസ് തരികയാണ്. നിങ്ങളെല്ലാവരും പ്ലെയിൻറ്റിഫ്, ഞാൻ ഡിഫൻഡന്റ്. പക്ഷെ അതിനകത്ത് നിങ്ങൾ തമ്മിലൊരു പ്രശ്നമുണ്ട്. എന്താണ്? നിങ്ങൾ തമ്മിലുള്ള പ്രോപ്പർട്ടിയിൽ സ്വത്തവകാശം എത്രയാണ് എന്നുള്ളതിൻ്റെ തർക്കം തീർന്നിട്ടില്ല. അങ്ങനെ പ്ലെയിൻറ്റിഫ് സൈഡിലുള്ളവർ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ, ഡിഫൻഡന്റിന്റെ സൈഡിൽ ഒന്നിലധികം പേരുണ്ട്, അവർ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ, അങ്ങനെ പ്ലെയിൻറ്റിഫിന്റെ സൈഡിലുള്ളവർ തമ്മിലുള്ള തർക്കത്തിനെ, അല്ലെങ്കിൽ ഡിഫൻഡന്റിന്റെ സൈഡിലുള്ളവർ തമ്മിലുള്ള തർക്കത്തിനെയാണ് ഇന്റർപ്ലീഡർ സൂട്ട് എന്ന് പറയുന്നത്. എന്താണ്? ഇന്റർപ്ലീഡർ എന്ന് പറഞ്ഞാൽ പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ പ്ലീഡേഴ്സ് ആണ്. ഡിഫൻഡന്റ് എന്ന് പറഞ്ഞാൽ അവരും പ്ലീഡേഴ്സ് ആണ്. ആ ഒരു സൈഡിൽ നിൽക്കുന്ന ഒന്നിലധികം പേര് തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അതിനെയാണ് ഇന്റർപ്ലീഡേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അടുത്തത് അമിക്കസ് ക്യൂറി. എന്തുവാ അഞ്ജുഷ മോളെ അമിക്കസ് ക്യൂറി? ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. യെസ്, എ ഫ്രണ്ട് ഓഫ് എ കോർട്ട്. ഇന്റർവീനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർവീനേഴ്സ് ഞാൻ ഗൂഗിൾ ഒന്ന് നോക്കിക്കോട്ടെ. ഒരു ഡൗട്ട് പറഞ്ഞു തരുന്നത് ശരിയല്ലോ. ഇന്റർവീനേഴ്സ് എന്ന് പറഞ്ഞാൽ എ തേർഡ് പാർട്ടി പെർമിറ്റഡ് ബൈ ദ കോർട്ട് ടു മേക്ക് ആർഗ്യുമെന്റ് ഇൻ ദ കേസ്. കോർട്ടിൽ കക്ഷി ചേരുന്നതിനെയാണ്, ഒരു കോടതിയിലെ കേസിൽ കക്ഷി ചേരുന്നതിനെയാണ് ഇന്റർവീനേഴ്സ് എന്ന് പറയുന്നത്. എക്സും വൈയും തമ്മിലുള്ള കേസുണ്ട്. ഇസഡിനെ കേസിൽ അനുവദിച്ചാൽ, കക്ഷി ചേരാൻ അനുവദിച്ചാൽ അതിനെ പറയുന്നതാണ് ഇന്റർവീനേഴ്സ്. മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാ? എ പേഴ്സൺ ഹൂ ഈസ് എ പാർട്ടി ടു ലീഗൽ പ്രൊസീഡിങ്സ് whose true name is unknown is called John Doe. Ready? Yes. അടുത്തത്, നെയിം ദ കൺട്രി where the judges are appointed for the lifetime till their death. ഒരാൾ ജഡ്ജായാൽ മരണം വരെ അയാൾ ജഡ്ജായിരിക്കുന്ന രാജ്യം ഏതാണ്? ഏതാണ്? ജർമ്മനി. ഇന്ത്യയിൽ 65 വയസ്സ് കഴിയുമ്പം വീട്ടിൽ പോയിരിക്കാൻ പറയും. പറഞ്ഞു.
അല്ലേ? അപ്പോൾ ഈ 65 എന്ന് ഉള്ളത് 70 വയസ്സാക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ച ഇപ്പം നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ജുഡീഷ്യൽ ഓഫീസറൊക്കെ ആകുമ്പോഴത്തേന് 65ഒക്കെ അങ്ങ് മാറും. പിടി കിട്ടിയോ? Yes. അടുത്ത്, ഇൻ ലോക് അദാലത്ത് ഡിസ്പ്യൂട്ട്സ് ആർ സെറ്റിൽഡ് ത്രൂ ഡാഷ്. ലോക് അദാലത്തിലെ ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? കൺസിലിയേഷൻ ആൻഡ് കോംപ്രമൈസ്. അതിൻ്റെ കൂടെ ഒരു സാധനവും എഴുതിക്കോണം, ആർബിട്രേഷൻ, കൺസീലിയേഷൻ ആൻഡ് മീഡിയേഷൻ എന്ന് അവിടെ എഴുതി വെക്കണം കേട്ടോ. ആർബിട്രേഷൻ, കൺസീലിയേഷൻ ആൻഡ് മീഡിയേഷൻ. ചിലപ്പോൾ അത് കയറി വന്നാൽ എന്ത് ചെയ്യും ഓപ്ഷനിൽ? നിങ്ങളുടെ കക്ഷിക്ക് ഇത് ലോക് അദാലത്തിൽ പോയി ആർബിട്രേഷനും കൺസീലിയേഷനും മീഡിയേഷനും വരെ ഒരു കേസ് വന്നാൽ തന്ത്രപരമായി നിങ്ങളുടെ പരിപാടി ചെയ്യണം. അത് സെറ്റിൽമെൻറ്റ് ഡിഗ്രി എന്ന വഴി കോടതിയിൽ കൊണ്ടുപോയി സെറ്റിൽമെൻറ്റ് ഡിഗ്രി ആക്കണം. മനസ്സിലായോ? കോടതിയോട് പറയണം, ഞങ്ങൾ സെറ്റിൽമെൻറ്റ് ഡിഗ്രി ഇടാം, ലോക് അദാലത്തിൽ തീർന്നതാണ്. ദാറ്റ് ഓർഡർ ഷുഡ് ബി ഗീവ് എ സെറ്റിൽമെൻറ്റ് ഡിഗ്രി. ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ എന്തോ പഠിച്ചേ? ഇൻ ലോക് അദാലത്ത് ഡിസ്പ്യൂട്ട് ആർ സെറ്റിൽഡ് ത്രൂ കൺസീലിയേഷൻ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ആർബിട്രേഷൻ, കൺസീലിയേഷൻ ആൻഡ് മീഡിയേഷൻ, മൂന്നും വരാം കേട്ടോ. 178. Who among the following retired Supreme Court judges was previously a law minister in the state? സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജി പ്രീവിയസ് ആയി സംസ്ഥാനത്തിലെ ലോ മിനിസ്റ്റർ ആയിരുന്നു. ആരായിരുന്നു അത്? ആരാണ്? ജസ്റ്റിസ് വി ആർ കൃഷ്ണ അയ്യർ. ജസ്റ്റിസ് വി ആർ കൃഷ്ണ അയ്യർ ലോ മിനിസ്റ്റർ മാത്രമായിരുന്നില്ല, അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്നു കേട്ടോ. സൈഡിൽ എഴുതി വെച്ചേക്കണം. എന്ത് മിനിസ്റ്റർ ആയിരുന്നു? ഹോം മിനിസ്റ്റർ. ഹോം മിനിസ്റ്റർ. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരവും നിയമവും അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു. Who among the following retired Supreme Court judges was previously law minister in a state? ആരാണ്? വി ആർ കൃഷ്ണ അയ്യർ. He was also the Home Minister of the Kerala. അടുത്തത്, ഡിക്റ്റം മീൻസ്. എന്താണ് ഡിക്റ്റം? വാക്കിൻ്റെ അർത്ഥം ഡിക്റ്റം. ഡിക്റ്റം വാക്ക് പ്രൊണൗൺസ് ചെയ്യുന്ന ഡിക്റ്റം. ഡിക്റ്റം മീൻസ്, വാട്ട് ഈസ് എ ഡിക്റ്റം? എന്താ മക്കളെ ഡിക്റ്റം? An observation by a judge on a matter arising during hearing of a case. An observation by a judge on the matter arising during the hearing of a case. ഒരു കേസ് ഉയർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കേസ് കേൾക്കുമ്പോൾ ഈ കേസിൽ ഉണ്ടാക്കുന്ന ഒരു തിയറി, ഒരു പ്രിൻസിപ്പിൾ എല്ലാ കേസുകൾക്കും ബാധകമാകും, അങ്ങനല്ലെങ്കിൽ ആകണം എന്ന് പറയുന്നതിനാണ് ഡിക്റ്റം എന്ന് പറയുന്നത്. അൻ ഒബ്സർവേഷൻ, ഒരു കണ്ടെത്തൽ. ബൈ എ ജഡ്ജ്, ഒരു ജഡ്ജി നടത്തുന്ന കണ്ടെത്തൽ. ഓൺ എ മാറ്റർ, ഒരു വസ്തുതയിൽ ഒരു ജഡ്ജി കണ്ടെത്തൽ. എറൈസിങ് ഡ്യൂറിങ് ദ ഹിയർ ഓഫ് എ കേസ്, കേസ് കേൾക്കുന്ന സമയത്ത് അങ്ങനെ ഉയർന്നു വരുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ന് പറയുന്നത് ഡിക്റ്റം എന്ന് പറയുന്നത്. ഡിക്റ്റം എന്തൊരു സാധനം? ഡിക്റ്റം. അപ്പോൾ നമ്മൾ ഡി കെ ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന കേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിലുണ്ടായ ഡിക്റ്റമാണ് 24 മണിക്കൂറിനകത്ത് ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകത്ത് നിയറസ്റ്റ് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കണം.
അത് ഡി കെ ബസുവിന്റെ പ്രിൻസിപ്പിൾ മാത്രമല്ല, ഇറ്റ് ഈസ് എ ഡിക്റ്റം ഇൻ ഇന്ത്യ. Mandatory. ഇന്ത്യയിലെ ഏത് കോടതി, ഏത് പോലീസുകാരൻ ആരെ അറസ്റ്റ് ചെയ്താലും 24 മണിക്കൂർ മുമ്പ് കോടതി ഹാജരാക്കണം. ഇറ്റ് ഈസ് എ ഡിക്റ്റം. മനസ്സിലായോ വാട്ട് ഈസ് എ ഡിക്റ്റം എന്ന്? Sir. യെസ്. എനി ഡൗട്ട് മക്കളെ? ഇല്ല സാർ. ഏതാ ഡൗട്ട് ഉള്ളത്? ഇല്ല സാർ, ഡൗട്ട് ഇല്ല. ഡൗട്ട് ഇല്ല. യെസ്. അപ്പോൾ വായിക്കൂ. Affidavit is a sworn statement before a person having authority to administer. അഖില മോളെ, Ah, ഒരു ചായ എടുക്കട്ടെ? ചായ വേണ്ടത്. വേണോ? ഇച്ചിരി കൂടെ ശബ്ദമാവാം. Affidavit is a sworn statement before a person having authority to administer oath. Bar means a collective term used to denote all attorneys and lawyers. 175. A person who is party to legal proceedings whose true name is unknown is referred as John Doe. 176. Name the country where the judges are appointed for lifetime till their death. Germany. അഞ്ചു മോള് മൈ കോഫി. In laws Adalat, disputes are settled through conciliation and compromise. Arbitration, conciliation, mediation. 178. Who among the following retired Supreme Court judges was previously a law minister in a state? Justice V.R. Krishna Iyer. 179. Dictum means an observation by a judge on a matter arising during hearing of a case. യെസ്. അഞ്ചു മോള് വായിച്ചേ. Affidavit is a sworn statement before a person having authority to administer oath. Bar means a collective term used to denote all attorneys and lawyers. 175. A person who is party to legal proceedings whose true name is unknown is referred as John Doe. 176. Name the country where the judges are appointed for lifetime till their death. Germany. 177. In Lok Adalat, disputes are settled through conciliation and compromise, arbitration, conciliation, and mediation. 178. Who among the following retired Supreme Court judges was previously a law minister in a state? Justice V.R. Krishna Iyer. 179. Dictum means an observation by a judge on a matter arising during hearing of a case. യെസ്. എനി ഡൗട്ട്? ഇല്ല സാർ. യെസ്. 180. ജൂറിസ്ഡിക്ഷൻ മീൻസ് നമ്മളെപ്പോഴും പറയുന്ന സാധനമാണ് ജൂറിസ്ഡിക്ഷൻ. മലയാള അർത്ഥം എന്തുവാ ജൂറിസ്ഡിക്ഷൻ്റെ? പരിധിയില്ല. അധികാര പരിധി. ജൂറിസ്ഡിക്ഷൻ മീൻസ് എന്താ? ജൂറിസ്ഡിക്ഷൻ എന്താ മകളെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ? Territorial limits within which legal authority may be exercised. യെസ്. ഒരു പോലീസ് സ്റ്റേഷന് എവിടെയൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ അധികാരം, ഒരു പോലീസുകാരനെന്ന നിലയിൽ അധികാരം പ്രയോഗിക്കാനുള്ള അധികാര പരിധിയാണ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. കേരള ഹൈക്കോടതിക്ക് എവിടുന്നെല്ലാം കേസുകൾ എടുക്കാം, അതാണ് കേരള ഹൈക്കോടതി ജൂറിസ്ഡിക്ഷൻ. ജില്ലാ കോടതി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ജില്ലാ കോടതിക്ക് എവിടുത്തെ കേസുകളൊക്കെ കേൾക്കാം. ദാറ്റ് ഈസ് ജൂറിസ്ഡിക്ഷൻ, അധികാര പരിധി. മനസ്സിലായോ? യെസ്. അടുത്തത് വൈറ്റ് പേപ്പർ. എന്ത് പേപ്പർ? വൈറ്റ് പേപ്പർ. ധവളപത്രം. എന്ത് പത്രം? ധവളപത്രം. ധവളപത്രം. ധവളപത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സർക്കാർ ജനങ്ങളെ അറിയിക്കുന്ന പേപ്പറിനെയാണ് ധവളപത്രം എന്ന് പറയുന്നത്. എന്ത് പത്രം? ധവളപത്രം. യെസ്. ധവളപത്രം, വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി സർക്കാർ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്ന നോട്ടാണ് ധവളപത്രം. ഓക്കെ? അതേതാ? ആൻ authoritative report published by the government about an issue.
അങ്ങനെ എബൌട്ട് ആൻ ഇഷ്യൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് അവിടെ പറയുന്നില്ല കേട്ടോ. യെസ്, എങ്കിലും ധവളപത്രം കൂടുതൽ ഉപയോഗിക്കുന്നത് എക്കണോമിക് സ്റ്റാറ്റസിനെ പറയുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അടുത്ത 182 എന്താ പറയുന്നേ? Principle which means a man ought to have known a fact as if he actually does know it. The principle which treats, ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം, ട്രീറ്റ്സ് എ മാൻ, അത് ട്രീറ്റ് ചെയ്യുന്നത് എന്താണ്? എ മാൻ ഹൂ ഔട്ട് ടു ഹാവ് നോൺ എ ഫാക്ട്, അദ്ദേഹത്തിന് ഫാക്റ്റ് അറിയാം, ഒരു വസ്തുത അറിയാം. എ ഫാക്ട് ആസ് ഇഫ് ഹി ആക്ച്വലി ഡസ് നോ ഇറ്റ്, അയാൾക്ക് കൃത്യമായി അറിയാം എന്നതിനെക്കുറിച്ച് ഒരു പ്രിൻസിപ്പിൾ പറയുന്നുവെങ്കിൽ അതിനെന്തു പറയും? കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഉദാഹരണത്തിന് കേരള ഹൈക്കോടതി എറണാകുളത്താണ്, അത് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല, അയാൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. മനസ്സിലായോ? ഓക്കെ. ഇന്ത്യയിൽ ഒരു ഭരണഘടന ഉണ്ട് എന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഹി ഷുഡ് നോ ഇറ്റ്. ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. മനസ്സിലായോ? കൊലപാതകം കുറ്റകരമാണ് എന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട. കൊലപാതകം ചെയ്താൽ കുറ്റകരമാണ് എന്ന് അയാൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. പിടികിട്ടിയോ? ഇംപ്ലൈഡ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ആയി പറയാതെ ഒരാളുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇംപ്ലൈഡ് നോട്ടീസ്. മനസ്സിലായോ? നിങ്ങൾ രാവിലെ കോടതിയിൽ കോട്ടും ഗൗണും ഒക്കെ ഇട്ടുകൊണ്ട് പോയി നിൽക്കുകയാണ്. ജഡ്ജി കയറി വന്നു. ഓക്കെ, ജഡ്ജി കയറി വന്നാൽ കോടതി നടപടികൾ തുടങ്ങി. ദാറ്റ് ഈസ് ഇംപ്ലൈഡ് നോട്ടീസ്. കോടതി നടപടി തുടങ്ങാൻ പോവുകയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? വേണ്ട. 1 മണിയായി, ജഡ്ജി എഴുന്നേറ്റങ്ങ് പോയി, കോടതി നടപടികൾ അവസാനിച്ചു എന്ന് പറയണോ? വേണ്ട. അതിനെയാണ് ഇംപ്ലൈഡ് നോട്ടീസ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ആക്ച്വൽ നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസുകാർ, നമ്മൾ ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ BSNLന്റെ ഓഫീസിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ മൈക്ക് എൻഫോഴ്സ്മെന്റ് നടക്കുന്നു. പോലീസുകാർ വന്നിട്ട് പറഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോകണം, ലാത്തി ചാർജ് ചെയ്യാൻ പോവുകയാണ്. നമ്മളവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, വേറൊരിടത്ത് വയലൻസ് ഉണ്ടായി, നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ഞാൻ തിരുവനന്തപുരം പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇറ്റ് ഈസ് ആക്ച്വൽ നോട്ടീസ്. എല്ലാവരും പിരിഞ്ഞു പോകണം, ലാത്തി ചാർജ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഷെല്ല് പൊട്ടിക്കാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ആക്ച്വൽ നോട്ടീസ്. അനൗൺസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? ലീഗൽ നോട്ടീസ്. എന്താ ലീഗൽ നോട്ടീസ്? വക്കീല് ഒരാൾക്കൊരു നോട്ടീസ് അയക്കുന്നു, എന്നിട്ട് പറയുന്നു എൻ്റെ കക്ഷി എന്നെ എൻട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നോട്ടീസ് അയക്കുന്നത്. ഇന്ന 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 കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ കക്ഷിക്കെതിരെ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സിവിലായും ക്രിമിനലായും നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നതിനാണ് ലീഗൽ നോട്ടീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അപ്പോൾ അതിനകത്ത് ഒരു കൺസ്ട്രക്റ്റീവ് നോട്ടീസ് മാത്രമേ ഉള്ളെങ്കിലും 4 ഓപ്ഷനും നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് പോകണം? മനസ്സിലാക്കി പോകണം കേട്ടോ. അടുത്തത് സമൺസ് ആൻഡ് വാറണ്ട് ആർ ഇഷ്യൂഡ് ബൈ ഡാഷ്. സമൺസും വാറണ്ടും ആരാണ് ഇഷ്യൂ? ആരാണ്? കോർട്ട്. സമൺസ് ആൻഡ് വാറണ്ട് ഈസ് ഇഷ്യൂഡ് ബൈ കോർട്ട്. പോലീസ് ഓഫീസർക്ക് സമൺസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഹി ക്യാൻ ഇഷ്യൂ നോട്ടീസ്. നോട്ടീസ് ഇഷ്യൂ ചെയ്യാം. നിങ്ങളെ ഇന്ന കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്.
ഏ സാധാരണ കേസാണെങ്കിൽ അങ്ങനെ നോട്ടീസ് അയക്കും. വാറണ്ട് കേസാണെങ്കിൽ നോട്ടീസ് അയക്കത്തില്ല. രഥം കൊണ്ടുപോയി ആനയിച്ച് രഥത്തിൽ ഇരുത്തി ഇനി കൊണ്ടുപോരും. കേട്ടോ? പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാ? പ്രോസിക്യൂട്ടർ അയക്കുന്ന നോട്ടീസിനാണ് നമ്മൾ ലീഗൽ നോട്ടീസ് എന്ന് പറഞ്ഞത്. കണ്ടോ? സർക്കാർ വക്കീല്. ആ, പ്രോസിക്യൂട്ടർ നോട്ടീസ് അയച്ചാൽ എന്താണ്? ലീഗൽ നോട്ടീസാണത്. യെസ്. അഡ്വക്കേറ്റ് അയക്കുന്ന നോട്ടീസ് ലീഗൽ നോട്ടീസാണ്. എനി ഡൗട്ട്? ഇല്ല സാർ. യെസ്. 180. Jurisdiction means territorial limits within which legal authority may be exercised. 181. White paper is an authoritative report published by government about an issue. 182. The principle which treats a man who ought to have known a fact as if he actually does know it. Constructive notice. 183. Summons and warrants are issued by a court. Yes. 180. Jurisdiction means territorial limits within which legal authority may be exercised. 181. White paper is an authoritative report published by government about an issue. 182. The principle which treats a man who ought to have known a fact as if he actually does know it. Constructive notice. 183. Summons and warrants are issued by court. Yes.